കോടതി വ്യവഹാരങ്ങൾ മാത്രമല്ല, കലയും തങ്ങൾക്ക് എത്രത്തോളം വഴങ്ങുമെന്ന് കാണിക്കുകയാണ് അഭിഭാഷകർ. കോടതി മുറികളിൽ നിന്നും അരങ്ങിലേക്ക് അവർ എത്തുമ്പോൾ കണ്ണെഴുതിയും ചിലങ്ക കെട്ടിയും താളത്തിനും മേളത്തിനുമൊപ്പം വേദിയിൽ ചുവടുവയ്ക്കുകയാണ് സംസ്ഥാനത്തെ അഭിഭാഷകർ. കൊല്ലത്ത് നടക്കുന്ന അഖില കേരള അഭിഭാഷക സംസ്ഥാന കലോത്സവത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഇതൊരു തിരിച്ചുവരവാണ്. സ്കൂൾ ക്യാമ്പസ് കാലഘട്ടങ്ങളിലെ ആ പഴയ കലാഹൃദയങ്ങളിലേക്കുള്ള തിരിച്ചുവരവ്. ജോലി തിരക്കുകൾക്കിടയിൽ അഴിച്ചുവെച്ച ചിലങ്ക വീണ്ടും അണിഞ്ഞ് മനസ്സിലെ മായാത്ത വരികൾ വീണ്ടും കോർത്തിണക്കി ചുവടുകൾ ഉറപ്പിച്ചുകൊണ്ടുള്ള കലാമാമാങ്കം. കൊല്ലം ആനന്ദവല്ലീശ്വരത്തെ NSS ഓഡിറ്റോറിയത്തിലാണ് സംസ്ഥാനത്തെ ആദ്യ അഭിഭാഷക കലോത്സവം നടക്കുന്നത്. ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തിരികൊളുത്തിയ കലോത്സവത്തിൽ സംസ്ഥാനത്തെ വിവിധ ബാർ അസോസിയേഷനുകളിൽ നിന്നായി 400ഓളം അഭിഭാഷകർ മത്സരാർത്ഥികളായെത്തി. ജൂനിയർ സീനിയർ വ്യത്യാസമില്ലാതെ തമ്മിൽ വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. തൊഴിൽ മേഖലയിലെ സമ്മർദ്ദങ്ങൾക്കിടയിൽ നിന്നും ഒരു മാറ്റം. അഭിഭാഷകരിലെ കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് കലാമാമാങ്കത്തിന്റെ ലക്ഷ്യം. സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലില്, കോളേജ് യൂത്ത് ഫെസ്റ്റിവലില്, ലോ ഫെസ്റ്റിൽ ഒക്കെ മികവ് തെളിയിച്ച ഒരുപാട് പേരുണ്ട്. പക്ഷേ അഭിഭാഷക വൃത്തി അതിൻ്റെ തിരക്കിൽ അവർക്കതൊക്കെ മാറ്റി വെക്കേണ്ടി വന്നു. അപ്പോൾ അവർക്ക് അതൊരൊന്ന് വീണ്ടെടുക്കാൻ, ആ കലാവാസനയെ അവർക്ക് ഒന്നുകൂടെ പരിപോഷിപ്പിക്കാൻ, അത് തങ്ങൾക്കതുണ്ട് എന്നൊന്ന് തിരിച്ചറിയാൻ ഒരവസരം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ജോലി കഴിഞ്ഞുള്ള പരിശീലനം, അവിടെ നിന്നും വിജയമുറപ്പിക്കാൻ വേദിയിലേക്ക്. ഇങ്ങനെയൊരു അവസരമുണ്ടായതിൽ മത്സരാർത്ഥികളും സന്തോഷത്തിലാണ്. സ്കൂളും കോളേജും ഒക്കെ കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു പ്രൊഫഷനിൽ കയറി കഴിഞ്ഞിട്ട് പലർക്കും അതിനുള്ള അവസരം കിട്ടാറില്ല. അപ്പോൾ ഇങ്ങനൊരു സംരംഭം കൊല്ലം ബാർ അസോസിയേഷൻ തുടങ്ങിയത്, അല്ലെങ്കിൽ അഭിഭാഷകർ തുടങ്ങിയത് വളരെ ശ്ലാഘനീയമാണ്. വരും വർഷങ്ങളിലും കലോത്സവം തുടരാനാണ് തീരുമാനം. 5 വേദികളിലായി 17 ഇനങ്ങളിൽ നടക്കുന്ന മത്സരങ്ങൾ കൊല്ലം ബാർ അസോസിയേഷനിലെ അഭിഭാഷകർ അവതരിപ്പിക്കുന്ന കൂട്ടില്ലാത്ത കുടുംബം എന്ന നാടകത്തോടെയാണ് സമാപിക്കുക. ജനം, കൊല്ലം.